ഹലോ, ജപ്പാനിൽ തന്നെയാണ്. ഇന്ന് രാവിലെ ഒരു 2 ട്രെയിൻ കയറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ സ്കീജി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. രാവിലത്തെ നല്ല തിരക്കാണ് കേട്ടോ. വാ, നമുക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ? ഞാൻ കുറച്ച് മത്തി കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മത്തിയോ? വേണ്ട, മത്തി വേണ്ട. നിങ്ങൾ ജാപ്പനീസ് ആയിട്ടൊക്കെ ചിന്തിക്കുക. മത്തിയൊക്കെ ഓൾഡ് സ്കൂൾ അല്ലേ? പിന്നെന്താ വേണ്ട? സുഷിന്നോ ടൂണാന്നോ ഒക്കെ പറയും. മത്തി കൊണ്ട് സുഷി ഉണ്ടാക്കും. നമിച്ചു, നിങ്ങൾ നമിച്ചു. നമുക്ക് മോജി കഴിക്കണ്ടേ? മോജി അത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സാധനം ഇവിടുത്തെ. ആണോ? എന്നാ പിന്നെ ശരി, ബാ നമുക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മോജി കഴിക്കാം. മാർക്കറ്റിന്റെ എൻട്രൻസിൽ തന്നെ കണ്ടോ ഒരു ഫ്രൂട്ട്സ് ഷോപ്പാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പാണ്. എന്തൊക്കെ വെറൈറ്റീസ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി പിന്നെ ഒരു ഗ്രേപ്പ് പോലെ സംഭവം കൊണ്ട് ഒരു കമ്പിൽ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മെലൺ, ഹൊക്കൈഡോ മെലണാണ് അത്ര. അത് എന്താ സംഭവം, നമ്മുടെ നാട്ടിലുള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ അവിടെ വേറെ ഇത് സ്ട്രോബെറിയും വേറെ എന്തോ സംഭവം കൂടി കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനം കേട്ടോ. ഇതാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ റൈച്ചേട്ടൻ പറഞ്ഞത്. സംഭവം മനസ്സിലായോ? ഡൈഫക്കു മോച്ചി ആണ് സാധനം. അതെന്താന്ന് നമുക്ക് അറിയേണ്ടത്. അതിന്റെ മുകളിൽ സ്ട്രോബെറി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണത്തിന് 400 തന്നെ. ഒരെണ്ണത്തിന് അപ്പൊ 200 രൂപ. 200 രൂപ അല്ലേ? ഇത് വാങ്ങിയിട്ട് ഇപ്പൊ കഴിക്കാൻ സ്ഥലമല്ല കേട്ടോ. അവിടെ ഒരു മുക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട് തന്നെ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുത്. എന്നാ കഴിക്കൂ, ഇന്നത്തെ ആദ്യത്തെ കഴിപ്പ്. ഏതാ വേണ്ടത്? അല്ല, ഇത് മൂന്ന് ഐറ്റം ആണല്ലേ? മൂന്ന് ഫ്ലേവറാ. അതെങ്ങനെ ശരിയാവും? അടിയാവുമല്ലോ. പിന്നെ ഏതാ ഇഷ്ടം? അപ്പുറത്തേക്ക് മാറി തല്ലി തീരുമാനിക്കാം. അതിന്ന് എടുക്കും. എന്തായാലും ട്രൈ ചെയ്യും. സ്ട്രോബെറി, ഇത് ചോക്ലേറ്റ്, ഇത് റെഡ് ബീനാ. ഞാൻ റെഡ് ബീൻ എടുക്കാം. ഇഷ്ടം മധുരമൊക്കെ ഉണ്ട്. ആണോ? പക്ഷേ സ്ട്രോബെറി അടിപൊളിയാണ്. മാവ് എന്താണ്? മാവ് ഒരുമാതിരി റബ്ബറി, ചെറിയ റബ്ബറി പോലെ. പക്ഷെ അതെന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം. അത് ആണോ? പന വിരകിയത് കഴിച്ചിട്ടുണ്ട്. പന കുറുക്കിയത് അതിന്റെ കുറച്ചുകൂടി സ്ട്രോങ് സംഗതി. പന കുറുക്കിയിട്ട് ഉണ്ടാക്കുന്ന സംഗതി ഉണ്ടല്ലോ, നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കൂലേ, അതിന്റെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റബ്ബറി ഫീലാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഫില്ല് ചെയ്ത് എന്താ മനസ്സിലാവില്ല, പക്ഷെ അത് ഓക്കെയാണ് സാധനം. അപ്പോൾ രാവിലെ തന്നെ മോച്ച് കഴിച്ചു. അത് വലിയ കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ മാർക്കറ്റിന്റെ അകത്തേക്ക് എൻട്രി ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് അതിന്റെ ആ ഒരു എൻട്രൻസിലാണ്. അവിടുന്ന് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ തിരക്കുണ്ടോ. ഇവിടെ ഒരു കുറേ ടൈപ്പ് മീറ്റ് ബാർബക്യൂ ചെയ്ത് കൊടുക്കുകയാണോ സംശയമുണ്ട്. നമ്മൾ കഴിച്ചില്ലേ കൊബെ ബീഫ് കഴിച്ചില്ലേ, അതിൻ്റെ വേറൊരു ഐറ്റം കേട്ടോ. വാഗ്യൂ ബീഫാണ്. ജപ്പാൻസ് ഫൈനസ്റ്റ് ബ്ലാക്ക് വാഗ്യൂ ബീഫ്. N3000. ഈ ഒരു പീസിനായിരിക്കും N3000. അതായത് ഇന്ത്യൻ രൂപ 1500-1600 രൂപയോളം വരും. പക്ഷേ ഇതിൻ്റെയൊക്കെ കട്ടുകൾ കണ്ടോ ശരിക്കും നമ്മൾ ഹലുവ കട്ട് ചെയ്ത് വെച്ചതുപോലെ ഉണ്ട്. എന്ത് ഫൈനായിട്ടാണ് നോക്കിയാൽ ഇരിക്കുന്നത്. ഹലുവയുടെ പീസ് കട്ട് ചെയ്ത് വെച്ചത് പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേറെയും എന്തൊക്കെയോ മീറ്റ് ഐറ്റംസ് ഉണ്ട്. ഷ്രിമ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ കൂന്തൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സ്ക്വിഡ്, അതുണ്ട്. ഇവിടെ തന്നെ ഈ ബീഫിൻ്റെ പല കാറ്റഗറി ഉണ്ട് കേട്ടോ. അവിടെ കണ്ടോ 8000. ഈ ഒരു സംഭവത്തിന് 8000 വരുന്നുണ്ട്. ഒന്നിന് 8000 എന്ന് പറയുമ്പോൾ 4000 വരും. പിന്നെന്താണ്, ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇത് എന്തൊരു ടൈപ്പ് ഫിഷാണ് കേട്ടോ. അതിന് ഒരെണ്ണത്തിന് 1000 yen ആണ്. സ്ക്വിഡിന് 1200 yen ആണ്. ഇതിന്റെ പകുതി ഇന്ത്യൻ രൂപ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിന്റെ അകത്ത് ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ആ ഒരു ഐറ്റംസിന്റെ ഒരു ഡിമാൻഡ് ഇവിടുത്തെ. എന്തായാലും നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് മാർക്കറ്റിന്റെ അകത്തേക്കൊന്ന് പോയേക്കാം. വേറെ എന്തൊക്കെയാണ് വെറൈറ്റി പരിപാടികൾ ഉള്ളതെന്ന് അറിയാം. കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വേറൊരു ഷോപ്പ് കണ്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഈ ഫെർമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ നമ്മൾ കൊറിയയിൽ പോയപ്പോൾ പ്രത്യേകിച്ച് കണ്ടിരുന്നു. അവരുടെ മിക്ക ഭക്ഷണ സാധനങ്ങളിലും ഇങ്ങനെ ഈ ഫെർമെൻറ്റ് ചെയ്ത ഒരുപാട് വെജിറ്റബിൾസ് സംഗതികൾ ഉപയോഗിക്കും. ഇവിടെ ഇതാ അങ്ങനെയുള്ള കുറേ സംഗതികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുവാണ്. കണ്ടോ, ഇതൊക്കെ ഫെർമെൻറ്റഡ് ആണ്. ഇത് കണ്ടോ, കുറേ പച്ചക്കറി ഇല വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സാധനം വാങ്ങാൻ വന്ന തദ്ദേശീയരായ ആൾക്കാരെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളായിട്ടാണ് തോന്നുന്നത് അല്ലേ? എല്ലാവരും ക്യാമറ തൂക്കി പിടിച്ച് നടക്കണം. എല്ലായിടത്തും ക്യാമറ ഉണ്ട്. പിന്നെ എല്ലാവരുടെയും മുഖ ഛായ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മേടിക്കാൻ വന്നല്ല. അതെ. നമ്മൾ പല പ്രാവശ്യമായിട്ട് സുഷി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു വലിയൊരു ബ്രാൻഡ് ഉണ്ട്, കൂറ അല്ലേ? കൊറിയയിൽ നമ്മൾ 1-2 പ്രാവശ്യം പോയി. പക്ഷെ ഭയങ്കര ലോങ് ആയിട്ടുള്ള 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ മുമ്പ് എടുക്കണം. അപ്പൊ ഇവിടെ കുറെ സുഷി ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ വെറുതെ അതിന് മുമ്പിൽ കുറച്ച് സമയം വായി നോക്കി നിന്നു. ഇവിടെ നമുക്ക് ഈ പ്ലേസ് കാണുമ്പോൾ ചീപ്പാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ചീപ്പൊന്നും നല്ല കത്തിയാ. നല്ല വിലയുണ്ട്. 3 പീസിന് 1200 എണ്ണ. കുറച്ച് റൈസ്, ചോറ്, അതിന്റെ മുകളിലൊരു ഫിഷിന്റെ പീസ് അല്ലേ? വേറെ എന്തെങ്കിലും വേറൊന്നുമില്ല. അതല്ല, പക്ഷെ ഫിഷിനാണ് അതിന്റെ വില.
പക്ഷെ കുറെ സുഷി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കെപ്പോഴും തോന്നുന്നു ഇതൊരു ഓവർ റേറ്റഡ് സാധനമാണ്. പിന്നെ വേറെ നമുക്കിപ്പോൾ ഇവിടുത്തെ നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും, പക്ഷെ നമുക്ക് സുഷി പരിചയമില്ലാത്ത കാരണം നമുക്ക് അറിയില്ല ഇതിന്റെ ക്വാളിറ്റി ഒന്നും അറിയില്ല. ഇവിടെ എന്ത് സാധനം റോ കഴിക്കുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ. അതാണ് പിന്നെ ഇവിടുത്തെ ധൈര്യം. ഇഷ്ടമുള്ള ആൾക്കാർക്ക് കഴിക്കാം അല്ലേ, ധൈര്യമായിട്ട് കഴിക്കാം. നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്യണ്ടോ? അതോ നോക്കാം, നമുക്ക് അങ്ങോട്ട് മാറി നമുക്കൊന്നും തിരിച്ചു വരാം. മാർക്കറ്റിന്റെ ആ ഒരു റോട്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഒരു മെയിൻ റോഡിലേക്ക് എത്തിട്ടോ. ഇവിടെ ഒരു ഷോപ്പിന്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ, വലിയ ക്യൂ കാണുന്നുണ്ട്. സുഷി ഫ്രീ കൊടുക്കണോ? ഫ്രീ സുഷി ടുഡേ. അല്ല, എന്തെത്ര തിരക്ക് രാവിലെ തന്നെ. എന്താ സ്പെഷ്യൽ ആയിട്ട് ഫുഡ്? ഇത്രയും വലിയ ലൈൻ കണ്ടോ? ഇത്രയും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കണമെങ്കിൽ അവിടെ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. നമുക്ക് ജസ്റ്റ് നോക്കാം. അയ്യോ, ഇത് നമ്മുടെ ഈ സാധനമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചില്ലേ ആ ചോറ്, സംഭവം അത് തന്നെ കേട്ടോ. ഒനിഗിരി കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ച് കാണിച്ചു തന്നായിരുന്നു. സംഗതി ഇവിടെ വില കുറവൊന്നുമില്ല കേട്ടോ, പക്ഷെ ഭയങ്കര ഫ്രഷ് ആണെന്ന് പറയുന്നു. അതായത് നമുക്കിത് എല്ലാ കൺവീനിയൻസ് സ്റ്റോറിലും കിട്ടും, ഈസി ആയിട്ട് പോയി എടുത്ത് വാങ്ങിക്കൊണ്ടുവരാം. പക്ഷെ അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഉണ്ടാക്കി കൊണ്ടുവച്ചതായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ കിട്ടും, ആ ഫ്രഷ്നെസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരിലെ ഒരു പകുതി പേരും ടൂറിസ്റ്റുകളാണ്. എന്താ തിരക്കേന്ന് അറിയോ? ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണെന്ന് നമ്മൾ പറയില്ലേ, അതിനകത്ത് അത്ഭുതമൊന്നുമില്ല കേട്ടോ. ഞാൻ സംഭവം കാണിച്ചു തരാം. നമ്മുടെ ആ തിരക്കുള്ള കടേൻ്റെ ഇപ്പുറത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, കത്തിക്കടയാണ്. വലിയ കത്തി ഇരിക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങളിത് ശ്രദ്ധിച്ചത്. ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ പല തരത്തിലുള്ള കത്തികൾ ഉണ്ട്. സോറി, ഇത് വെച്ചേരനാണ്, അതല്ല ബാക്കിലുള്ള നമ്മളെ ചെറിയ വെറും ചെറിയ കത്തി, കുഞ്ഞി കത്തി, വേനാക്കത്തി. കണ്ടോ, ഇവിടെ സംഭവം അത്ഭുതപ്പെടുത്തിയ സംഗതി എന്താ അറിയോ? ഇവിടെ കയറിയപ്പോൾ ജസ്റ്റ് ഒരു കത്തി കണ്ടപ്പോൾ അതിനൊരു ഇന്ത്യൻ രൂപ, ഒരു 13,000 രൂപ വരുന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പുറത്തേക്ക് വരുന്തോറും ഇതിന് ഏകദേശം 30,000 രൂപ വരും. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു 10-12,000 രൂപയുള്ളൂ. യെസ്, അത് തന്നെ. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഓരോ സംഭവം ഞാൻ കണ്ടല്ലോ. അതെ, ഈ ഒരു കത്തി കേട്ടോ, ഇതിന് ഏകദേശം 70,000 രൂപയൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ രൂപ വരുമ്പോൾ ഏകദേശം 70,000 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട് ഓരോന്നും കട്ട് ചെയ്യാനുള്ള, ഫിഷ് കട്ട് ചെയ്യാനുള്ളതാണ്, മീറ്റ് കട്ട് ചെയ്യാനുള്ളതാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കത്തിയും കൊണ്ടൊക്കെ കട്ട് ചെയ്യുന്ന മീറ്റിനും ഫിഷിനും അത്രയും വില അവർ വാങ്ങാതിരിക്കും. മനസ്സിലായില്ലേ സുഷിക്ക് വിലക്കുള്ള കത്തി $1,000 ഒരു കത്തിയുടെ വില. ചിലപ്പോൾ അതിന്റെ കൂടിയത് അവിടെ ഉണ്ടാവും. അപ്പൊ എത്ര സുഷി കട്ട് ചെയ്തല്ല അതിന്റെ കാശൊക്കെ സംഭവം. ഇത്രയും വിലയൊക്കെ ആണെങ്കിലും അവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. അത് വില അധികം ഒന്നും ആയിരിക്കില്ല, അതിന്റെ പ്രൈസ് തന്നെ ആയിരിക്കും. പിന്നെ ഓരോ സെക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് പച്ചക്കറി കട്ട് ചെയ്യാനുള്ളത്, മീൻ കട്ട് ചെയ്യാനുള്ളത്, ഓരോ മീൻ കട്ട് ചെയ്യാനുള്ള വേറെ വേറെ കത്തികളൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി കടയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം. വേറെ എന്തെങ്കിലും ഈ മാർക്കറ്റിലെ കാഴ്ചകളുണ്ടോന്ന്. ഇതേ മറ്റൊരു കടയിലും അതേപോലെ തന്നെ തിരക്കാണ് കേട്ടോ. ഇത് ഗ്രിൽഡ് വാഗ്യോ ബീഫാണ്. അതിനും അതുപോലെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. എന്താ ബിസിനസ്. ഇതെന്താണെന്നറിയോ, ഇത് വേറൊരു ഐറ്റമാണ്. കുറച്ച് റൈസ് ഉണ്ട്, ഇത്ര റൈസ്. പിന്നെ ഉള്ളത് അതിൻ്റെ മുകളിൽ വെച്ചേക്കണത് ഫിഷിൻ്റെ എഗ്ഗാണ്, മീൻമുട്ടയാണ്. മീൻമുട്ട, അതിൻ്റെ കുറച്ച് സാമ്പിൾ സംഗതികൾ ഇവിടെ റോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സംഗതി. ഒരു 4-3-7 വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കാണുന്നതൊക്കെ വിവിധ ഇനം മീനുകളുടെ മുട്ടയാണ് കേട്ടോ. ഇത് കുക്കഡ് അല്ല, പച്ചയാണ്, പച്ച മുട്ടയാണ്. പിന്നെ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഗതി അതിൻ്റെ താഴത്തുണ്ട്. ഇതും ഇവിടുത്തെ ഒരു പോപ്പുലർ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് ചേട്ടന് അതൊന്ന് ട്രൈ ചെയ്യണം പറഞ്ഞു കേട്ടോ. ഹൗ മച്ച് ഫോർ ദാറ്റ്? 1,500 yen. നമ്മൾ ഒരെണ്ണ കേട്ടോ, അതിൽ ഒരെണ്ണ ഓർഡർ ചെയ്തത്. അതിന് 1,500 yen, 800 രൂപ വരും. അപ്പോൾ നമ്മുടെ ഐറ്റം കിട്ടി കേട്ടോ. ഇത് എന്ത് മീനിൻ്റെ മുട്ടയെന്ന് ചോദിച്ചോ നിങ്ങൾ? സാൽമണിൻ്റെ മുട്ടയുണ്ടോ? അല്ല, മീനില്ലേ, അതിന് നല്ല ടേസ്റ്റാണ്. ആണോ? ഉപ്പല്ലേ? ഉപ്പ് ചെറുതായിട്ട് ഉപ്പുണ്ട്. റൈസും കൂടി കൂടി നോക്കട്ടെ. അങ്ങനെ മീൻ മുട്ടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് മുന്നോട്ട് ആ മെയിൻ റോഡിൽ കൂടി നടന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരു മാർക്കറ്റിൻ്റെ സ്ട്രീറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നടക്കാൻ പോലും സ്പേസ് ഇല്ല, അത്രയും ജനങ്ങളാണ്. ടൂറിസ്റ്റുകളായിട്ട് നടക്കാൻ മേല. അതെ അതെ, ടൂർ ഗ്രൂപ്പുകളായിരുന്നു മുഴുവൻ. ആൾക്കാരെ കണ്ടില്ലേ, കൊടിയൊക്കെ പിടിച്ചു. അതെ 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 അതെ. വെൽക്കം, താങ്ക് യു. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ വേറെ ഷോപ്പിൽ. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം, ഈ മാർക്കറ്റ് മൊത്തം നമ്മൾ ആദ്യം വിചാരിച്ചത് ഫിഷ് മാർക്കറ്റാണ് മെയിൻ എന്നാണ്. പക്ഷേ ഇവിടെ സീ ഫുഡ് ഐറ്റംസിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ. ഭക്ഷണം വിൽക്കുന്ന കടകളാണ്. ഇതെന്തോ ഒരു ഞണ്ടിൻ്റെ ഒക്കെ കാല് പോലെ സംഗതിയാണ് കേട്ടോ. അതിന് ഭയങ്കര ഡിമാൻഡ്. അത് ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്.
പിന്നെ ക്ലാമില്ലേ, ക്ലാം നമ്മൾ ഇവിടെ പോയപ്പോഴൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു, കൊറിയ പോയപ്പോഴൊക്കെ. അതിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഇവിടെ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റേച്ചേട്ടനും ആൻസൺ ബ്രോയും പച്ചമീൻ കഴിക്കാൻ പോകുന്നത് അടുത്ത ഐറ്റം. പച്ചമീൻ കഴിക്കാൻ ധൈര്യം നെക്സ്റ്റ് ഐറ്റം ഓൺ ദി സ്റ്റേജ്. എന്താ സാധനം? എന്താ ഇവിടെ സാൽമൺ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ പീസാ? 3 പീസ്. 3 പീസ്. എത്ര രൂപ? 500 yen. 500 yen, 250 രൂപ അല്ലേ? പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, സെറ്റാണ്. ഇതിന്റെ പേരാട്ടോ സഷീമി. ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കത്തികൾ നമ്മൾ ആ ഷോപ്പിൽ കണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ സാൽമൺ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കണമെന്ന് മാത്രം. അതിനകത്ത് ഒന്നുമില്ലല്ലോ, എന്തോ ഒരു ചമ്മന്തി പോലെ സംഭവം ഉണ്ടല്ലേ? ആ വസാബി, വസാബി, വസാബി. വസാബി കൂട്ടി കഴിക്കുമ്പോൾ ചിയേഴ്സ്. ചിയേഴ്സ്. കഴിക്കാൻ അങ്ങോട്ട് എൻജോയ് ചെയ്യാണല്ലേ? ഓക്കെ 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 ഓക്കെ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ പിന്നെ ഇന്ന് വ്രതത്തിലായതുകൊണ്ടേ ഇന്ന് ഇവന്മാര് ഫുള്ള് പച്ചയാണ് കഴിക്കുന്നത്. എന്നെ പട്ടിണിക്കിടാനുള്ള പരിപാടിയാണ്. പച്ചമീൻ തലക്കകത്ത് കയറും, പച്ചമീൻ കഴിച്ച് വിൽക്കും ഞാൻ. നിങ്ങൾ പറഞ്ഞാൽ ശരിയാ, ഒരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. ഇതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ശരി. ഒരു സാധനം കഴിക്കുന്നു, യാതൊരു ഫീലിങ്സും ഇല്ല. ഞാൻ ഇത് കൊറിയന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആ നെയ്യൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ഫീലിങ്സും ഇതിനില്ല. പക്ഷെ അത് സാധനം ഫ്രഷ് ആണെന്നുള്ളതായിരുന്നു നമുക്കറിയാം, വയടും പറയാൻ. സംഗതി ഫ്രഷായി, അതാണ് പിന്നെ ഒരു ധൈര്യം. അപ്പൊ പിന്നെ അതൊരു ആഗ്രഹമായിരുന്നു, അത് നടന്നു. കേട്ടോ, ഇതെല്ലാം ആൾക്കാർ ഇങ്ങനെ പച്ചക്ക് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് കഴിക്കുന്നത്. സുഖമാണ് പരിപാടികൾ, ചുമ്മാ വാങ്ങുക, അങ്ങനെ കഴിക്കുക. കുക്ക് ചെയ്യേണ്ട പരിപാടി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കഴിക്കാത്ത വേറെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. ഞാൻ കൊറിയയിൽ നിന്ന് ഒരിക്കൽ ഈ സാൽമൺ ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ ഒരു വികാരമില്ല, വെറുതെ ഒരു സാധനം കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാമായിരുന്നു. പക്ഷേ ടേസ്റ്റ് പോലും ഫീൽ ചെയ്യാത്തൊരു സംഭവം, അത് നമുക്ക് ഫീൽ ചെയ്യാത്ത കേട്ടോ. അത് ചിലപ്പോൾ കഴിച്ച് ശീലിച്ച ആൾക്കാർക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ടേസ്റ്റൊക്കെ ശീലത്തിൻ്റെ ഭാഗമാണെന്ന്. നമ്മൾ പണ്ട് മുതലേ കഴിച്ചു വരികയാണെങ്കിൽ നമുക്കത് ഇഷ്ടമാവും. കുറേ ആൾക്കാർ പറയും ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാധനം കഴിക്കണം, പിന്നെ എന്തിനാണ് നീ പോകുന്നതെന്നൊക്കെ ചോദിക്കും. നമ്മളെ താല്പര്യമാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഈരെന്ന് പറഞ്ഞാൽ മനഞ്ഞിലാണോ ഈരെന്ന് പറഞ്ഞാൽ? ഈലല്ലേ? ഈല് പല ടൈപ്പില്ലേ? എന്താ പറ്റി? ഈ ട്രൈ ഉണ്ടോ? ഇതിൽ ചുട്ടതാ, നിങ്ങൾക്ക് മേടിച്ചു തരാം. ആണോ? വേവിച്ച ഞാൻ കഴിക്കും. വേവിച്ച ഇനിയിപ്പോ മട്ടനാണെങ്കിലും ഞാൻ കഴിക്കും. കടൽ സർപ്പം എന്നൊക്കെ അതിന് പേരുണ്ട്. ഇത്രേ നമ്മളെ ഈലില്ലേ, ഈല്, അത് ചുട്ടതാണ് കേട്ടോ ഇവിടെ. അത് പിന്നെ കുക്ക് ചെയ്തിട്ടുണ്ട്, അത് വലിയൊരു സമാധാനമാണ്. അപ്പൊ അത് എനിക്കും ട്രൈ ചെയ്യണം. ഇതേ നമ്മളൊരെണ്ണം വാങ്ങിച്ചു. ഹൗ മച്ച് ഫോർ ദിസ്? 1000 yen. 1000 yen ആണ് ഇതിന്. ഏകദേശം ഒരു 500 സംതിങ് ഇന്ത്യൻ രൂപ. ഇത്രയും നേരം ഇവന്മാര് പച്ച സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്നെ പറ്റിക്കായിരുന്നു. ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല, ഇത്രയും ബുദ്ധിയിൽ എന്നെ പറ്റിക്കാം. ഞാൻ ഇപ്രാവശ്യം ചുട്ടത് വാങ്ങിച്ചു. വാവ്, സെറ്റ്. വാവ്, സൂപ്പർ സാധനം, അടിപൊളി സാധനം. ഇറ്റ്സ് വെരി ടേസ്റ്റി. സാധനം എനിക്ക് കഴിക്കാൻ പറ്റിയ സാധനം കിട്ടി. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ സോയി അതെ തേച്ചിട്ടുണ്ട്. അതെ, ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അമ്മോ, പൊളി. ഇത്ര നിങ്ങൾ ബട്ടർ ചെയ്തതിന്റെ പൊളി ചെയ്തു അല്ലേ? ഞാൻ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് കേട്ടോ. ഇഷ്ടായി. 1 കിലോ പറട്ടെ. അപ്പോഴത്തേക്കും അടുത്ത ക്യൂ ഇത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നീളം വരും ഒരു ക്യൂ. ഇത് ഒറിജിനൽ ക്യൂ ആണ്. ഇവർ ആൾക്കാരെ ക്യൂ ഒക്കെ നിർത്തിയേക്കാണോ? അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇടവഴിയിൽ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ ക്യൂ. എന്തിനാണെന്ന് അതിന്റെ അറ്റം വരെ പോയി നോക്കിയാലേ മനസ്സിലാവും. അങ്ങേരത്ത് പോയി നോക്കാം എന്നാ സംഭവം. ഇതെന്തോ ഒരു പൊരിക്കടിയുടെ ഷോപ്പാട്ടോ. പൊരിക്കടികളില്ലേ നമ്മുടെ നാട്ടിലെ പൊരിക്കടികൾ, അതുപോലുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് വട, ഉള്ളിവട, സവാള വട, പപ്പട വട, എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താണ്? ഇതിനാണ് ഈ തിരക്ക് കേട്ടോ. ഇതെന്തോ സ്പെഷ്യൽ സംഭവമാണ്, മനസ്സിലാവുന്നില്ല. ഇവരിന്ന് വലിയ പ്ലാനിലാട്ടോ. അതിന് കുറച്ച് ബീഫ് വാങ്ങിയേക്കാണ്. ആകെ 250 ഗ്രാമുള്ളൂ. 2 പീസ് ബീഫ് ഉണ്ട് അതിനകത്ത്. അതെ, 2 പീസ് ബീഫ് ഉണ്ട്. ഇത്ര മെലനുണ്ട്. കുറച്ച് ചാറുകറി വെക്കും, കുറച്ച് ഒലത്തും മിച്ചമുള്ള ഉണങ്ങും. ഈ ആൾ അന്വേഷിച്ച് കുറെ സമയം നടക്കുന്നു. സ്റ്റീഫൻ, ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. ഞങ്ങളെ ഇപ്പോ എന്താ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് വന്നു, ഷുക്കിജി. ഇത് ഫിഷ് മാർക്കറ്റ് ആണോ അതോ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണോ?
ഫിഷ് മാർക്കറ്റ് ആക്ച്വലി ഒരു ബിൽഡിംഗ് ഉള്ളിലാണ്. ആണോ? അവിടെ ഹോൾസെയിൽ മാർക്കറ്റ്. ഓ രാവിലെ വലിയ വലിയ മീൻ അങ്ങനെ തൂന ആ നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ കണ്ടത് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ആണ് ഒരുപാട്. അത് മെയിൻ അട്രാക്ഷൻസ് അല്ലേ ഫോറിനേഴ്സ്ക്ക് വിസിറ്റേഴ്സ്ക്ക്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് സ്നാക്സ് സൊവീനിയേഴ്സ് പിന്നെ എല്ലാം ഉണ്ട്. എല്ലാം. എപ്പോഴാ പോകുന്നത്? ഇന്ന് പോവല്ലേ? ഇന്ന് രാത്രി ബാക്ക് ഹോട്ടലിലാണ്. അടുത്ത് റൂം അടുത്താണ്. 5 minutes പോകാം. ഓക്കെ. പിന്നെ ഇനി മാർക്കറ്റിൽ പോയി എന്താ കഴിച്ചു? ഞങ്ങൾ എന്തൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്തു ഓരോ സംഭവങ്ങൾ. റോ ഫിഷ് ഈലി ചുട്ടത് കഴിച്ചു. അടിപൊളി. പിന്നെ മീൻമുട്ട. ഓ അടിപൊളി. ഏതാ ആദ്യം കഴിച്ചത്? മോച്ചി വിത്ത് സ്ട്രോബെറി. സൂപ്പർ. കേരളത്തിൽ മുച്ചി ഉണ്ടോ? കേരളത്തിൽ ഹൽവ പോലെയല്ലേ? ഏകദേശം ഹലുവ പോലെ. സ്വീറ്റ് ആണ്. സ്റ്റീഫനോട് ഇന്നലെ എന്തൊക്കെ കഴിക്കും ചോദിച്ചപ്പോ എന്തും കഴിക്കും, വിളമ്പി തന്ന ടേബിൾ അല്ലാത്ത ബാക്കി എല്ലാം കഴിക്കുന്ന പറഞ്ഞോണ്ടില്ല. എന്തൊരു വിനയം. അപ്പൊ പുള്ളി പറയാം ഞാൻ ചൈനക്കാരനല്ല, ഞാൻ എന്തും കഴിക്കും, പാമ്പിനെ കഴിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങളും പറയാം ഞങ്ങളും പാമ്പിനെ കഴിച്ചു. ഈലി കടൽ പാമ്പല്ലേ? ഒന്ന് പിടിച്ചിട്ടെ പുള്ളിയുടെ കൂടെ. അതെ നമുക്ക് അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഓഷ്യൻ സ്നേക്ക് ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ ആമ കണ്ടില്ല. സ്റ്റീഫൻ പറഞ്ഞു ഇവിടെ മാർക്കറ്റ് വേറൊരു ബിൽഡിങ്ങിന്റെ അകത്താണ് അത്ര, അതൊരു ഹെവി മാർക്കറ്റ് ആണെന്ന് പറയുന്നത്. പുള്ളി കണ്ടിട്ടില്ല, പുള്ളി കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അവിടെ ഒന്ന് പോയി നോക്കാം. ആ സ്ഥലം ഞാൻ പോയിട്ടില്ല. പോകണം. ഇപ്പൊ പോയി കാണാം. അതെ. ഇവിടെ കണ്ടോ, ഇത് അത് നമ്മൾ കാണില്ലേ വാഗ്യു ബീഫ് കാണില്ലേ, അതിന്റെ സുഷിയാണ്. സുഷി മീൻസ് പച്ചക്ക് അത് കഴിക്കാന്നുള്ളേ ഉള്ളൂ. റൈസ് ഉണ്ടാവും, അതിന്റെ മുകളിൽ ബീഫിന്റെ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കും. അതാണ് സംഗതി. അത് 3 പീസ് 900 ജപ്പാൻ yen, 450 രൂപയാണ്. അതെ. ഇന്ത്യൻ രൂപയാണ് പുള്ളി ആദ്യം ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതെ കേരളക്കാരനല്ലേ ഞാൻ. കൊള്ളാം. I am a Buddhist. You are a Buddhist. എന്തോ ഒരു കടയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം അദ്ദേഹം. അങ്ങനെ നമ്മൾ അവസാനം ഒരു മദ്യ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് സാക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ജപ്പാനിലെ തനതായ കള്ളാത്. ഓക്കെ. എല്ലാ നാട്ടിലും ഉണ്ടാവും അവിടുത്തെ ഒരു. അതിന്റെ ഹോട്ടലിന്റെ ഉദ്ദേശിച്ചത് അയ്യോ ചൂടാക്കി തരുമോ? ഇത് ഹോട്ട് സാക്കയാണ് കേട്ടോ. അത് അവർ ചൂടാക്കിയിട്ട് തരുന്ന പറയണത്. കണ്ടോ, വെള്ളം ഒരു പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനകത്തേക്ക് ഇങ്ങനെ ഒരു കപ്പിൽ ആക്കിയിട്ട് ഇറക്കി വെച്ചേക്കാണ്. കണ്ടോ, തെർമോമീറ്റർ ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ചൂടാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് അവർ ചൂടാക്കി തരട്ടെ, ഇവരത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കാണട്ടെ. ഇത് ശരിക്കും വെള്ളം പോലെയാണ്. വൈൻ്റെ ടൈപ്പോ? ട്രൈ. ചൂടല്ലേ? ചൂടൊന്നുമില്ല, ചെറിയ ചൂടുള്ളൂ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒരു വൈറ്റ് വൈനൊക്കെ ഉണ്ടല്ലോ, വൈറ്റ് വൈനിന്റെ ഒക്കെ ഉള്ളൂ. അങ്ങനെ വലിയ കുത്തലൊന്നും ഇല്ല, വലിയ ആൽക്കഹോളിന്റെ ടേസ്റ്റും ഇല്ല. അല്ലേ? പിന്നെ എന്തിനാ കുടിക്കുന്നത്? അല്ല അങ്ങനെയല്ല, 15% ആൽക്കഹോൾ. സ്റ്റീഫൻ കഴിക്കൂലേ? മദ്യപിക്കാറില്ല. ഞാൻ അലർജിയാണ്. അലർജി ആയതുകൊണ്ട് അടിക്കുന്നില്ല എന്നുള്ളൂ. പറ്റിയ അലർജിയാ. മദ്യം ടേസ്റ്റ് ഇല്ല. അത് ചൂടായില്ലേ, ചൂട് ആൽക്കഹോൾ പോവും. പെട്ടെന്ന് കുടിക്കണം. പോട്ടെ, നമ്മളതിന്റെ ഫ്ലേവറിന് വേണ്ടിയല്ലേ കുടിക്കുന്നത്, അടിച്ചു വീഴാനല്ലോ. നമ്മളൊരു മദ്യപാനി ഒന്നും ഇല്ലാണോ? വല്ലപ്പോഴും ഡെയിലി ഡെയിലി 3 നേരം. അങ്ങനെ മദ്യപാനത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ കുറെ ആൾക്കാർ പപ്പടം പോലത്തെ സംഭവം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര രസമുണ്ട്. അപ്പോൾ അത് എവിടെയാണ് കിട്ടുന്നതെന്ന് സ്റ്റീഫൻ അന്വേഷിക്കുന്നതാണ്. നമ്മൾ ഇവിടുത്തെ പല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ഉണക്കമീൻ്റെ ഫ്ലേവർ കിട്ടാറുണ്ട് കേട്ടോ. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഫ്ലേക്സ് അതിൻ്റെ ടോപ്പിങ്സ് ചെയ്തുകൊണ്ടാണ്. ആ സംഗതി വിൽക്കുന്ന കടയാണ് കേട്ടോ അത്. കണ്ടോ, മീനിൻ്റെ എന്താ ഇനി പറയാം, നമ്മൾ ഈ മരപ്പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മരത്തിൻ്റെ അങ്ങനെ ചീടുകൾ കിടക്കൂലേ, അതുപോലെ ചിപ്പിലിട്ട മരം അതുപോലെയാണ് കേട്ടോ സംഗതി. ഇത് ട്യൂണ ആയിരിക്കും, ട്യൂണ ഫിഷ് ആണെന്നാണ് തോന്നുന്നത്. ഇത് പല ഭക്ഷണങ്ങളുടെയും ഇവർ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കും ഇവർ. ഇതൊരു പ്രധാന ഐറ്റമാണ് ഇവിടെ. അതുണ്ടാക്കുന്ന മെഷീൻസാണ് തോന്നുന്നുണ്ട് ആ കാണുന്നത്. കണ്ടോ, ഒരു മില്ലൊക്കെ പോലെ. താങ്ക് യു. ഇവിടെ ഒരു നട്ട്സിന്റെ ഒക്കെ ഷോപ്പാട്ടോ. വരുന്ന എല്ലാവർക്കും സാമ്പിൾ കൊടുക്കുന്നുണ്ട്. നൈസാണല്ലോ.
സാക്കെ കുടിച്ചപ്പോൾ കിട്ടാൻ കാര്യം ഉണ്ടായിരുന്നു. സാക്കേന്റെ കൂടെ ടച്ചിങ് ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ട് സംഭവം? അല്ല ഇത് അമേരിക്കൻ വന്നായിരുന്നു. ഇവിടെ വർക്കണമെന്നേ ഉള്ളൂ. അമേരിക്കൻ വന്ന അമേരിക്കൻ ഓ നമ്മുടെ പോകണ്ട. ഹൈ പുള്ളിക്കാരനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അവിടെ അന്നേരം അതാണ് പോയത്. ആ പിന്നെന്താ, കുറച്ച് ഇവിടെ നിൽക്കാം. നിങ്ങളെ എയർപോർട്ടിൽ വരാൻ പറ്റിയ ഇവിടെ നിന്നോ, ലഗേജ് ഞാൻ കൊണ്ടുവന്നേക്കാം. ഈ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ മാർക്കറ്റ്. നമുക്ക് എന്തായാലും അകത്തൊന്ന് പോയി നോക്കാം. ഡൗട്ട് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ബിൽഡിംഗ് ഉണ്ട്, അത് ഏതാണെന്ന് അറിയണില്ല. എന്തായാലും അകത്ത് പോയി നോക്കാം. ഇതുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളൊരു ട്രാഷ് ഇടാനുള്ളൊരു പാത്രമാണ് കേട്ടോ. ഇതിനകത്ത് ബോട്ടിലും ക്യാനും മാത്രമേ ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പ് കണ്ടോ, ആളുകൾ ഇടണം വിചാരിച്ചാൽ പോലും മറ്റുള്ള വേസ്റ്റ് അതിനകത്തേക്ക് ഇടാം അത്രയ്ക്ക് ഈസി ആയിട്ട് കഴിയില്ല. ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത്. കയറുമ്പോൾ തന്നെ അവിടെ നോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റ് അടിപൊളിയാണ്. ഞങ്ങൾ നടന്ന് കണ്ടു. ഒരു ജ്വല്ലറിയിലൊക്കെ ആഭരണങ്ങൾ വെച്ച പോലെയാണ് ഉണക്കമീനൊക്കെ വെച്ചേക്കണത്. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എനിക്കത് ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ട് ഓരോ ഷോപ്പിലും പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അവരവരുടെ പ്രൈവസിനെ അത്രയും കാണുന്നതുകൊണ്ട് നമ്മളും അത് മാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എടുത്തില്ല, പുറത്തിറങ്ങിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ എയർ ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീഫൻ പറഞ്ഞായിരുന്നു ഒരു മലയാളി റെസ്റ്റോറൻറ്റ്, കേരള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഫസ്റ്റ് കേരള റെസ്റ്റോറൻറ്റ് ഞാൻ ജപ്പാനിൽ കണ്ടതല്ലേ? ആ ഓക്കെ. സ്റ്റീഫൻ കണ്ട ഫസ്റ്റ് റെസ്റ്റോറൻറ്റ്. ചിലപ്പോൾ വേറെയും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളങ്ങനെ അവിടുന്ന് കുറച്ച് നടന്നിട്ട് മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ അവിടെ ഒരു ഷ്രൈൻ കണ്ടു, ഒരു അമ്പലം, ഇവരുടെ ഒരു അമ്പലം. അങ്ങോട്ട് കയറിയൊന്നുമില്ല. നമ്മളപ്പോൾ നേരെ വന്ന് സ്റ്റേഷനിൽ വന്ന് മെട്രോ ട്രെയിനിന് കുറച്ച് 2-3 സ്റ്റേഷൻ പാസ് ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്തെത്തിട്ടോ. നമ്മൾ സ്റ്റീഫൻ പറഞ്ഞില്ലേ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്, അങ്ങോട്ടാണ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്തുനിന്നൊരു ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോഴാണ് സ്റ്റീഫൻ ഒരു കാര്യം പറയുന്നത്. സ്റ്റീഫൻ്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളെ ഇവിടെ ഇവരുടെ പ്രൈവസി കുറച്ചധികം സീരിയസ് ആയിട്ട് ഇവർ മാനിക്കുന്ന ഒരു കാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ വിൽക്കുന്ന ഫോണുകളിലൊന്നും നമുക്ക് അവരുടെ ഈ ഫോട്ടോ എടുക്കുമ്പോഴുള്ള ആ ഒരു ഷട്ടറിൻ്റെ സൗണ്ട് ഇല്ലേ, അത് നമുക്ക് ഓഫാക്കാൻ പറ്റില്ല. ജപ്പാനിൽ നിന്ന് വാങ്ങുന്ന ഫോണുകൾക്കൊന്നും ആ സൗണ്ട് ഓഫാക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റീഫൻ്റെ ഫോണ് ഗൂഗിളിൻ്റെ പിക്സലാണ്. പുള്ളി വേറെ മലേഷ്യയിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചാണ്. പുള്ളിയുടെ ഫോണിൽ അത് ഓഫാക്കാൻ പറ്റും. പക്ഷേ പുള്ളി ജപ്പാനിലെത്തുമ്പോൾ ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൗണ്ട് ഓണാവും. നമുക്ക് ആ സൗണ്ട് ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇതേ നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. ഓക്കെ, നമുക്ക് അകത്ത് പോയി നോക്കാം എന്താണ് ഭക്ഷണം അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ. സംഭവം നമ്മൾ വിചാരിച്ച പോലത്തെ റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ. ഇന്ന് ബുഫയാണ്, ലഞ്ച് ബുഫയാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. റൈസ്, നാന്, പിന്നെ ചിക്കനും മട്ടനും കറിയൊക്കെ ഉണ്ട്, സലാഡും ഉഴുന്നുവട, സാമ്പാർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടോ. അപ്പോൾ വിശദമായിട്ട് കാണിച്ചു തരാനൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടി. ഫുഡ് കഴിച്ച് താഴത്തേക്ക് ഇറങ്ങിട്ടോ. ഫുഡ് ഇച്ചിരി അധികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഫേ കഴിക്കുമ്പോഴുള്ളൊരു അവസ്ഥ അറിയാലോ, കൺട്രോൾ വിട്ടുപോയി. റേച്ചേട്ടനൊക്കെ യുദ്ധം. അംഗം വീട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പായസം കുടിച്ചു. എടുത്തു പറയേണ്ട ഒരു സംഗതി വടയാണ്. വട സൂപ്പർ. വട നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് പോലെ നല്ല സൂപ്പർ വടയായിരുന്നു. സാമ്പാർ അതിൻ്റെ പോലെ അത്രയ്ക്ക് അതിൻ്റെ ഒപ്പം എത്തിയില്ലെങ്കിൽ പോലും വട അടിപൊളിയായി. പിന്നെ ചിക്കനും മട്ടനും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഞാനും റൈസും. പിന്നെ കോംപ്ലിമെന്ററി മാംഗോ ലെസ്സിന് എടുത്തു പറയേണ്ട കാര്യം നമ്മളെ ബാബു ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ അതിൻ്റെ മാനേജർ. വേറൊരു ടീംസ് നടത്തുന്നതാണ്. 6-7 ഉണ്ട് ജപ്പാനിൽ ഇതേപോലെ. നിർവാണം എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ബാബുചേട്ടൻ നമുക്ക് സ്പെഷ്യലായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് നല്ല ലസ്സി കൊണ്ട് തന്നു. അത് സൂപ്പറായിരുന്നു. എന്നാ തിക്കായിട്ടുള്ള അടിപൊളി ലസ്സി, സൂപ്പറായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. സ്റ്റീഫൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിക്കാറുണ്ട്. ഇത്ര ഒരു തൃപ്തി കിട്ടുന്നത് ഈ ഒരു ഫുഡ് കഴിച്ചാലാണ്. പുള്ളിക്ക് മൊത്തത്തിൽ പുള്ളിനെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോവാം. പുള്ളി പറയുന്നത് ഞാൻ മലയാളിയാണെന്നാണ് കേട്ടോ. എന്താ പരിപാടി? ഇനി ഒരു പരിപാടി നടക്കുന്നില്ല. ഇനി പോയിട്ട് കടന്നു എവിടെയെങ്കിലും ഒരു പായ കിട്ടിക്കഴിഞ്ഞാൽ ഉച്ചയിറക്കം നടത്തിയിട്ടുണ്ടോ ജപ്പാനിലെ ഉച്ചയിറക്കം ആസ്വദിക്കാൻ പോവുക. എന്നാ പോവാം. ആൻസൺ ബ്രോക്ക് എന്തോ സാധനം വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോപ്പ് കുറച്ച് ദൂരമാണ്, ഒരു 15 മിനിറ്റ് നടക്കണം. അപ്പോൾ അങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഔട്ട്ഡോറിന് ഒരു എസ്കലേറ്റർ കിട്ടിട്ടോ. നമ്മളിപ്പോഴത്തെ അവസ്ഥക്കനുസരിച്ച്
അങ്ങനത്തെ എസ്കലേറ്ററൊക്കെ ഇപ്പോൾ വലിയ ഭാഗ്യമാണ്. നടക്കാനൊന്നും വയ്യാണ്ടായിരിക്കണം, അത്രയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്തായാലും എസ്കലേറ്റർ കയറി വന്നപ്പോഴാണ് ഒരു അടിപൊളി സ്ഥലം, അതായത് ഭയങ്കര പോഷ് ഏരിയ, അത്യാവശ്യം വെൽത്തി പീപ്പിൾസ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തോന്നുന്നു. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ്. അതൊക്കെ പാസ് ചെയ്ത് വന്ന് നമ്മൾ ആ ഷോപ്പിലെത്തി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻസൺ ബ്രോ നമ്മൾ റൈച്ചേട്ടന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയതായിരുന്നു. ആ ചിരിയുണ്ടോ, സമ്മാനം കിട്ടിയതിന്റെ ആ ഒരു സന്തോഷ ചിരി. കാണിക്ക് എന്താണ് കാണിക്ക്. മ്യൂസിക് കിട്ടോ? എന്താണ് സമ്മാനം? തുറക്കി മനുഷ്യ. നിങ്ങളുടെ എല്ലാ സമയ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാം. സിക്കോ വാച്ചുകൾ. പോസ്റ്റ് ഓഫീസിന് എതിർവശം, ടോക്കിയോ, ജപ്പാൻ. ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. അമ്മോ അടിപൊളി, സൂപ്പർ ബ്രോ. നൈസ് വാച്ച്. സന്തോഷമായില്ലേ? സന്തോഷമായോന്ന്? അടിപൊളിയായില്ല. അപ്രതീക്ഷിത ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം. ഗിഫ്റ്റ് ശരിക്കും ഒരു സമ്മാനം ഒരാൾ തരുമ്പോൾ അല്ലേ, തീർച്ചയായിട്ടും ആ സമ്മാനത്തിന്റെ വിലയോ അതിനേക്കാളൊക്കെ അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ചിന്തയ്ക്കായാണ് നമ്മളെപ്പറ്റി കരുതി നമ്മളെപ്പറ്റി കെയർ ചെയ്യുന്നുള്ള ചിന്ത. ശരിക്കും അതാ സമ്മാനത്തിന്റെ വില, അല്ലാതെ ഇപ്പൊ എന്ത് കിട്ടിയെന്നുള്ള കാര്യമല്ല. അതെ ഇത് മോശം ഗിഫ്റ്റ് എടുത്താലും അല്ല, ഇത് അത്യാവശ്യം നല്ല വില, പറഞ്ഞപ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ട. അത്യാവശ്യം വിലയുണ്ട്. അതിന്റെ ഇടയ്ക്ക് സ്റ്റീഫൻ പോയിട്ടോ, പുള്ളി പോയ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പുള്ളി എല്ലാവരും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇന്ത്യയിലും അമേരിക്കയിലും എത്തിക്കഴിഞ്ഞാൽ മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മനുഷ്യല്ലേ. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പുള്ളി പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോന്നും എടുത്ത് കൊണ്ടുതരായിരുന്നു. നിർബന്ധിക്കുക 2-3 വടകര കഴിക്കുക, സാമ്പാർ ഞാൻ വട എടുത്തോണ്ടിരാം. എന്തായാലും വല്ലാത്തൊരു മനുഷ്യൻ. പുള്ളി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മലേഷ്യയിലേക്ക്. ഞാനാണെങ്കിലും മലേഷ്യ ഒന്നുകൂടി നമ്മുടെ ചാനൽ തുടങ്ങിയ ആ സമയത്താണ് മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. കുറേയും കൂടി ഏരിയകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ കുറേ ഏരിയ കാണാനുണ്ട്. അപ്പോൾ പുള്ളി നമുക്ക് കറങ്ങാം, പുള്ളി ഫ്രീ സമയം ഉണ്ടാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അവിടെ എന്തൊക്കെ ബിസിനസ്, അപ്പോൾ എന്തൊക്കെ പരിപാടി ഉണ്ട്, റിയൽ എസ്റ്റേറ്റോ എന്തൊക്കെയോ. അപ്പോൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിയുടെ കൂടെ ഒന്ന് കറങ്ങണം. പറ്റുകയാണെങ്കിൽ ചൈനയും പോകണം. ചൈനയ്ക്ക് പുള്ളിനെ കൊണ്ട് പോയാലേ പറ്റൂ. പുള്ളിക്ക് അവിടുത്തെ ഭാഷയൊക്കെ അറിയാലോ. 5 ഭാഷ അറിയാം. 5 പ്രോവിൻസിൽ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും പുള്ളി പോയി. നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു പബ്ലിക് പാർക്കിംഗ് ലോട്ട് കണ്ടുട്ടോ. ഇതിവിടെ ഒരു ഭയങ്കര രസമുള്ളൊരു സംഗതി ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കുറേ പാർക്കിംഗ് സ്പേസുകളുണ്ട്, നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഈ 3 എന്ന സ്ലോട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഏത് നമ്പറിലാണെങ്കിലും അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരണം. ഇവിടെ നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ ഏത് നമ്പറിലാണോ നമ്മൾ പാർക്ക് ചെയ്തത് അത് എൻട്രി ചെയ്യണം കേട്ടോ. അത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ഷീറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ, ഇതിങ്ങനെ പൊങ്ങി വരും. അത് പൊങ്ങിയിട്ട് ഇവിടെ കണ്ടോ ഈ വണ്ടീൻ്റെ താഴത്ത് നിൽക്കുന്നു, ഇതുപോലെ ആവും. ഇത് കണ്ടോ, ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. പിന്നെ വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും വന്നതിന് ശേഷം അപ്പോൾ എത്ര സമയമാണോ ആയിട്ടുള്ളത് അതിൻ്റെ ഫീസ് ഇവിടെ കാണിക്കും. ആ പൈസ അടച്ചു കഴിഞ്ഞാൽ ആ സംഭവം താഴ്ന്നു വരും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനമാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ സംഗതി അത്യാവശ്യം എക്സ്പെൻസീവാണ് കേട്ടോ. അതായത് 5 ഹവേഴ്സിന് 5 മണിക്കൂറിന് 2400 yen ഉണ്ട് ഇവിടെ. 5 മണിക്കൂറിന് 2400 yen എന്ന് പറയുമ്പോൾ 1200 രൂപയായി 5 മണിക്കൂറിന് കേട്ടോ. അത് ഓരോ സ്ഥലത്തിൻ്റെയും ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വീണ്ടും ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ സ്വന്തം സ്റ്റേഷനായിട്ടുള്ള ഇക്കേബുക്കുറോയിലെത്തിട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുന്ന വഴിക്ക് ഇവിടെ ഒരു ലോട്ടോ അതിൻ്റെ ഓഫീസ് കാണുന്നുണ്ട് കേട്ടോ. അത് ലോട്ടറി. റേച്ചേട്ടൻ ഒരു ഭാഗ്യം പരീക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. 300円と200円、200円、200円。 ഇതെന്ത് മെമ്പറാ? സ്ക്രാച്ച് ഓഫ് ആകാൻ കളിക്കാൻ പറ്റുള്ളൂ. こちらね、1枚ね。はい。じゃあ、お返しが200円なので、1800円。はい、こちらになります。 ഇത് കാശ് പോയ മട്ട് തന്നെ കാണുന്നത്. എന്തൊക്കെ ചിത്രങ്ങളാണ്, ഐശ്വര്യ ചിത്രങ്ങളൊന്നും വന്നില്ല. കുറെ ചിത്രങ്ങളാണ് വന്നത്. എന്താന്നൊരു പിടിയില്ല. わからない。この絵が、はい。ここにあると当たりなの。で、കൊള്ളാലോ. മതിയല്ലോ. ഭാഗ്യം അങ്ങോട്ട് പറ്റില്ലാതായിട്ടില്ല. ചെറിയൊരു അല്ലേ, ഒരു മിനിക്കം തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള അവിടെ ചെല്ലുമ്പോ ആയിരിക്കും അടിക്കാൻ പോണത്. അതെ. സംഭവം ലോട്ടറിക്ക് ചെലവാക്കിയ പൈസ അടിച്ചു. കയ്യിൽ നിന്ന് കാശ് പോയില്ല, നഷ്ടം വന്നില്ല. ഇതൊരു തുടക്കം മാത്രം. ആൻസൺ ബ്രോന്റെ കാശ് പോയി. ഓക്കെ. അപ്പൊ നമ്മള് റൂമിലേക്ക് പോകാൻ കേട്ടോ. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് ബൈക്ക് നോക്കണ്ടേ? പാക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. നാളെ നാട്ടിലേക്ക് വിടുകയാണല്ലോ. പോയിട്ട് റെഡി ആയിട്ട് നമുക്കൊന്ന് പുറത്തിറങ്ങാം അല്ലേ?
നമ്മളങ്ങനെ അപ്പാർട്ട്മെന്റിൽ പോയി കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തു. ഞാൻ കുറച്ചു നേരം എഡിറ്റ് ചെയ്തു. റീച്ചേട്ടൻ കുറച്ചു നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ രാത്രി ആയിട്ടോ. ഇന്നാണ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും നന്നായി വയറ് നിറച്ച് ഫുഡ് കഴിച്ച ദിവസം. അതുകൊണ്ട് ഭയങ്കര വിശപ്പൊന്നുമില്ല, പക്ഷേ ഒരു ചെറിയ പേടിയില്ലേ, ഇങ്ങനെ കടന്നു തുടങ്ങിയപ്പോൾ രാത്രി വിശക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. നമ്മൾ പല ക്യൂസീൻസും ട്രൈ ചെയ്തു. ടർക്കിഷ് ഫുഡ് ഇതുവരെ ജപ്പാനിൽ വന്നിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 15 മിനിറ്റ് നടന്നിട്ട് ഒരു ചെറിയൊരു ഇടവഴിക്കിട്ടൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഒമേഴ്സ് കബാബ് എന്ന് പറയുന്ന ടർക്കിഷ് റെസ്റ്റോറൻറ്റിലെത്തി. ഏത് ഭക്ഷണം കഴിക്കണം നോക്കിയിട്ട് ഐഡിയയും കിട്ടില്ല കേട്ടോ. എല്ലാതും ഒരുപാട് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പിന്നെ അവസാനം നമ്മൾ ഇവിടെ കണ്ടോ ഈ ഷവർമ പോലത്തെ സംഗതി. ഇത് നമ്മൾ ഷവർമ എന്ന് പറയുമെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും കബാബ് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഞാൻ കൊറിയയിൽ പോയപ്പോഴും ഇതിന് കബാബ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കബാബ് റാപ്പ് ഓർഡർ ചെയ്തു. ബീഫ് കബാബ് റാപ്പ് 3 ഓർഡർ ചെയ്തു. അപ്പോൾ എന്തായാലും അത് കഴിക്കാം. അതുപോലെ എൻ്റെ കോളേൻ്റെ സ്റ്റോ തട്ടിയിട്ടു. അവിടെ മാംഗോ ജ്യൂസാണ്. ഇദ്ദേഹം മദ്യപാനാണ്. ഇതെന്താ മദ്യപാനാണോ? മദ്യപാനായിട്ട് ഇത് കൊറോണയാണ്. ഒരു രസം കാണിക്കാം. എന്താ ഇത് കൊറോണ ബിയർ ആയത്. ഇത് മെക്സിക്കോ എന്നുള്ള ബിയറാണ്. കൊറോണ ബിയറോ? കൊറോണ ബിയർ ഇതിന്റെ പേര്. കൊറോണ ബിയറിന്റെ ബ്രാൻഡ് അതിന്റെ പേര്. അത് കാരണം മേടിച്ചാൽ കഴിക്കാൻ വേണ്ടി മനസ്സിലായി. അപ്പൊ എന്തായാലും ബീഫ് കബാബ് റാപ്പ് വന്നു കേട്ടോ. ഈ സംഗതി ഞാൻ കൊറിയയിൽ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരും കബാബ് തന്നെ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനിയിപ്പോൾ വേറെ വിശദീകരിക്കാനും പറയാനൊന്നുമില്ല. നമുക്ക് കഴിക്കാം. അൻസംബ്രോ ഉണ്ട്, മാംഗോ ജ്യൂസും കുടിച്ചിരിക്കുന്നുണ്ട്. കഴിക്കാം. അങ്ങനെ ബീഫ് കബാബ് റാപ്പൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോന്നിട്ടോ റൂമിൻ്റെ അടുത്തെത്തി. ഈ ട്രിപ്പിലെ ടോക്കിയോയിലെ ലാസ്റ്റ് നൈറ്റാണ്. അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട് അല്ലേ? ഒരു പോകുമ്പോൾ ആ വിഷമം. പക്ഷെ നമ്മൾ മാറ്റി നല്ല തീറ്റ എന്നുകൊണ്ടാണ്. ഇന്ന് ഫുള്ള് തീറ്റയായിരുന്നു. ഇന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഭ്രാന്തായി കാണും. രാവിലെ ഇന്നാണ് ഞങ്ങൾ ഏറ്റവും നേരത്തെ എണീറ്റ ദിവസം. ടോക്കിയോയിൽ വന്നിട്ട് നേരത്തെ എണീറ്റ് പോയിട്ടാണ് തീറ്റ തുടങ്ങിയതാണ്. തുടക്കത്തിൽ കുറെ എന്നെ പറ്റിച്ചാണ്ട് ഇവര് പച്ച കഴിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേവിച്ചത് കിട്ടാൻ തുടങ്ങി. അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. ചുട്ട ഈല തുടങ്ങിയതാ നിങ്ങളുടെ തീറ്റ. ആ ചുട്ട ഈല അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തായാലും ഒരു നല്ല സ്ഥലമാട്ടോ അത്. ശരിക്കും മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോയത്. പക്ഷെ അതൊരു മാർക്കറ്റ് എന്നതിലുപരി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ടോക്കിയോ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് വിസിറ്റ് ചെയ്യേണ്ട സ്പേസ് തന്നെയാണ്. സ്കീജി എന്ന് പറയും. അത് ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ട് ടൂറിസം മാപ്പൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നന്നായിട്ട് അറിയുണ്ടാവും. പക്ഷേ ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. കാരണം ആ സ്ട്രീറ്റുകളിൽ കാണുന്നതിൽ ഒരു 75% എബോവ് ആൾക്കാരും ടൂറിസ്റ്റുകളാണ് അല്ലേ? ടൂറിസ്റ്റുകൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് താനും. അപ്പോൾ ജപ്പാനിലേക്ക് ടൂർ വരുന്ന ആ ഒരു സംഗതി കൂടി എന്തായാലും ടോക്കിയോ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം. സ്കിപ്പ് ചെയ്യണ്ട. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സംഗതികൾ മിസ് ചെയ്യും. നാളെ രാവിലെ ഇവിടുന്ന് പുറപ്പെടുകയാണ്. മിസ് യു ടോക്കിയോ. ഒരുപാട് സംഗതികൾ കേട്ടോ. നല്ല പേടിക്കാതെ കഴിക്കാൻ പറ്റിയ ഒരുപാട് തരം ഫുഡുകൾ, നല്ല ഇത്രയും ക്ലീനും നീറ്റും ആയിട്ടുള്ള സ്ട്രീറ്റുകൾ, നമ്മുടെ ഫാമിലി മാർട്ടും ലോസനും പിന്നെ ഈ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം വാങ്ങി കുടിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ, പിന്നെ ഇത്രയും വിനയവും സ്നേഹവും ഇതും കാണിക്കുന്ന ആൾക്കാർ, മനുഷ്യന്മാര്, ഒരു ദേഷ്യവും ഇല്ല. നമ്മള് ലൈൻ മാറി ചാടുവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഭയങ്കര ക്ഷമയുള്ള ആൾക്കാർ അല്ലേ? ഒരു തരത്തിലും പ്രശ്നമില്ലാത്ത എന്താ പറയുക, ഭയങ്കര അടിപൊളി. കൊറിയ പോയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസിന് ഒരു ഇച്ചിരി കൂടിയിട്ടും പറയാൻ പറ്റും. ഇവിടുത്തെ നന്നായിരുന്നു. നിങ്ങളിപ്പോൾ ഞാൻ നേരെ ചിക്കാഗോയിൽ 12 മണിക്കൂർ ടോക്കിയോയിൽ നിന്ന് ചിക്കാഗോ നോൺ സ്റ്റോപ്പ്. 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ്. ആൻസൻബ്രോ നാളെയും കൂടി ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഡേ പുള്ളി ഒസാക്കയിലേക്ക് പോകും. ഏകദേശം 1 മാസത്തോളം പുള്ളി ജപ്പാനിൽ തന്നെ ഉണ്ടാവും. ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക്. അതൊക്കെ പോകുന്ന വിശേഷങ്ങളൊക്കെ പറയട്ടോ. ഡൽഹിയിൽ പോയിട്ട് ചിലപ്പോൾ 1-2 പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ജപ്പാനിൽ നിന്നുള്ള ലാസ്റ്റ് വീഡിയോ അല്ല, ഒരു വീഡിയോ കൂടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചേട്ടൻ്റെ ചാനൽ ലിങ്ക് താഴത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് റെക്കോർഡ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുകയും കൂടി ചെയ്യാം. ബൈ.